ഇത് കണ്ടോ, ഇന്നലെ ഞാൻ വീട്ടിൽ പോയപ്പോൾ അമ്മ എനിക്ക് കുറച്ച് കാന്താരി മുളക് തന്നേ. നമുക്കതൊന്ന് ഉപ്പിലിട്ട് നോക്കിയാലോ? ഇത് കണ്ടോ, നല്ല അടിപൊളി കാന്താരി മുളകാണ്. നേരെ ഇവനെ ഉപ്പിലിടാം അല്ലേ? അതെ. അതിന് നമുക്ക് ആദ്യം വേണ്ടിയ നല്ല കാന്താരി മുളക് അല്ലേ? അതെ. പിന്നെ എന്താ വേണ്ടി? നമുക്ക് ഉപ്പ്. വേണ്ട, ഉപ്പ് ദേ ഇവിടെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കടുക് ചതച്ചത്. ഇതാണോ? ഇത് കണ്ട കടുക് ഇങ്ങനെ ചതച്ച് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. പിന്നെ വിനാഗിരി. ഇത് സിന്തറ്റിക് അല്ല, സിന്തറ്റിക് വിനാഗിറാണ്. നമുക്ക് മറ്റേ ഇരിപ്പില്ല. മറ്റേ അരിക്ക് കിട്ടുവാണെങ്കിൽ അതാണ് നല്ലത് കേട്ടോ. പിന്നെ എന്താ വേണ്ടി? പിന്നെ നമുക്ക് തിളപ്പിച്ചാറിയ വെള്ളം. ഇതുണ്ട്, നമ്മൾ തിളപ്പിച്ചിട്ട് ആറിച്ച് വെച്ചിരിക്കുന്ന വെള്ളം. പിന്നെ ഇട്ട് വെക്കാണ്ടുള്ള കുപ്പി അല്ലേ? ആദ്യം നമുക്ക് ഇതിലേക്ക് കാന്താരി അതിനകത്തിട്ട്, അപ്പോൾ നമ്മൾ കാന്താരി അതിൻ്റെ അകത്ത് ഇട്ടു. ഇനി നമ്മൾ ഈ തിളപ്പിച്ചാറിച്ച വെള്ളം, ആറിച്ച് വെച്ചിരിക്കുന്ന വെള്ളം നമ്മൾ അതിനകത്തിട്ട് ഒഴിക്കണം. അതൊഴിച്ചു. അപ്പോൾ ഇനി അടുത്തൊരു ഉപ്പിട്ടോളൂ. ഉപ്പ് കുറേ അധികം വേണം. ഇട്ട് നോക്കിയിട്ട് ഓരോരുത്തരുടെ അനുസരിച്ച്, പാകത്തിനനുസരിച്ച്. അപ്പോൾ ഉപ്പ് നമ്മൾ അതിനകത്തിട്ട് ഇട്ട് ഇളക്കി കഴിയുമ്പോൾ അത് അങ്ങ് താഴോട്ട് അങ്ങ് പോയി. ഇനി അടുത്ത എന്താ വേണ്ടി? നമ്മളതിനകത്തോട്ട് ആ കടുക് ചതച്ച് വെച്ചിരുന്നില്ല. കടുക് ചതച്ച് വെച്ചിരിക്കുന്ന ഇട്ടോളൂ. അപ്പോൾ നമ്മൾ ചതച്ച് വെച്ച കടുകും അതിനകത്തോട്ട് ഇട്ട് അത് ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണ്ടേ? ഇനി അടുത്ത അപ്പോൾ നമ്മൾ അടുത്ത എന്താ വേണ്ടി? അടുത്ത നമ്മൾ വിനാഗിരി ചേർക്കണം. അത് ഒത്തിരി ചേർക്കണ്ട. പ്രഷറൊക്കെ ഉള്ളവർക്കാണെങ്കിൽ പുളിയും ഉപ്പും ഒക്കെ അതനുസരിച്ച് വേണം അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തരുടെയും ആരോഗ്യസ്ഥിതി അനുസരിച്ചുള്ള ചേർത്താണ് അല്ലേ? അതെ. ചീത്തയാകാതിരിക്കാനാ വിനാഗിരി ചേർക്കുന്നത്. അപ്പോൾ അതും ചേർത്തു. ഇനി നമ്മളതെല്ലാം കൂടെ ഒന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്യണം അല്ലേ? ഇത് വെളുത്തുള്ളി അല്ലേ? അതെ, ഇത് വെളുത്തുള്ളിയും കൂടെ കുറച്ച് അതിനകത്തോട്ട് ചേർക്കുന്നത് നല്ലതാ. ആണല്ലേ? വെളുത്തുള്ളി താല്പര്യമുള്ളവർക്ക് ഇട്ടാൽ മതിയല്ലോ. വെളുത്തുള്ളിയും ഒരു അല്ലിയും ഒരു കാന്താരി മുളകും കൂടെ അതെടുത്തിട്ടു. ഇതെല്ലാം കുറയ്ക്കാൻ. പിന്നെ ഈ നമ്മൾ ഇതിന് നമ്മൾ സ്പൂണും കൊണ്ട് എടുക്കുമ്പോൾ എപ്പോഴും ഓർത്തോണം, കാരണം ഉണങ്ങിയ സ്പൂൺ അല്ലെങ്കിൽ ഇത് പൂത്ത് പോകും അല്ലേ? കഴിവതും ഉണങ്ങിയ സ്പൂൺ ഇടാൻ ശ്രദ്ധിക്കുക. അതിന് നമുക്ക് ആവശ്യമുള്ളപ്പം കുറേശ്ശെ എടുത്ത് വെളിയോട്ട് വെച്ചാൽ മതി, അങ്ങനെ പ്രശ്നവും വരത്തില്ല. അപ്പോൾ നമ്മൾ വിനാഗിരിയും ഇതും എല്ലാം ചേർത്ത് എല്ലാം സംഭവം റെഡിയാക്കിയിട്ടുണ്ട് അല്ലേ? ഇനി ഇതിപ്പോൾ നമുക്ക് എത്ര ദിവസം ഇങ്ങനെ ഇരിക്കണം? 2 ദിവസം കഴിയുമ്പോൾ എല്ലാം പിടിക്കുമല്ലോ, ഉപ്പും പുളിയൊക്കെ. ഓരോന്ന് വീതം എല്ലാവർക്കും ഒരു ദിവസമൊക്കെ കഴിക്കാം. ഇത് പഴയകഞ്ഞി കേക്കാണ് ഏറ്റവും നല്ലത് അല്ലേ? കൊളസ്ട്രോളോ പ്രഷറൊക്കെ ഉള്ളവർക്കൊക്കെ 1-2 ഒക്കെ വീതം ഒരു ദിവസം കഴിച്ചാൽ നല്ലതാണെന്ന് പറയുന്നത്. ശരി, നമുക്ക് നോക്കാം. ഏതായാലും 2-3 ദിവസം ആകുമ്പോഴത്തേക്ക് ഇതെല്ലാം പിടിക്കുമല്ലോ. പിടിക്കും. അപ്പോൾ ഈ കടുകിടുന്നതിനാന്ന് വെച്ചാൽ അലുത്ത് പോവാതിരിക്കാണ്. ശരി. അതിന് വേണ്ടിയാണ് കടുകിട്ടിരിക്കുന്നത്. ഇതിപ്പോൾ 2 ദിവസം കഴിയുമ്പോഴേ നമ്മുടെ ആവശ്യത്തിനുള്ള കുറച്ച് നമ്മൾ പുറത്തോട്ടെടുത്ത് വെച്ചിട്ട് ബാക്കി എടുത്ത് ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ മതി. അന്നേരം പിന്നെ അഴുക്കാതെ ഇരുന്നോളൂ, കുറേ കാലം ഇരുന്നോളൂ അല്ലേ? ഇതിപ്പോൾ എല്ലാം കൂടെ എടുത്ത് അടച്ചിങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ 2-3 ദിവസം കഴിയുമ്പോൾ മുതൽ ഇത് എടുക്കാൻ പറ്റും.